ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എക്സാം ഡേറ്റ് വന്നു. സെപ്റ്റംബർ 19 എക്സാം. ആൻഡ് ഇതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ളതും തുടങ്ങിയിട്ടുണ്ട്. ജൂലൈ 12 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് കേട്ടോ കൺഫർമേഷൻ കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു എക്സാമിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് ഒരു ഒറ്റ എക്സാം ആണ്, സിംഗിൾ എക്സാം ആണ്. പ്രിലിംസ്, മെയിൻസ് എന്ന് പറയുന്ന വലിയ വലിയ കടമ്പകളൊന്നും ഇല്ല ഇതിൽ. പിന്നെ എല്ലാ ഡിസ്ട്രിക്ട്സിലേക്കും എന്നുള്ള രീതിയിലാണ് ഈ ഒരു VFA എന്ന് പറയുന്ന ഒരു എക്സാം നടക്കാൻ പോകുന്നത്. അതായത് ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുണ്ട്. നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിൽ സ്പെസിഫിക് ആയിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിന് കൺസേൺ ആയിട്ടായിരിക്കും. പക്ഷേ പേപ്പർ ഒന്ന് തന്നെയാണ്. നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ആ ഒരു എക്സാമിനേഷൻ പേപ്പർ സെയിം ആണ്, ലൈക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ നടന്ന പോലെ തന്നെ കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് അത്രയും നമ്മളൊരു LGS ഒക്കെ പ്രതീക്ഷിച്ച അത്രയും ഒഴിവ് VFAക്ക് ഉണ്ടാവില്ല ഒബ്വിയസ്ലി. ബട്ട് ഇത് ഇനി നോക്കണോ അല്ലെങ്കിൽ എന്താണ് ഇതിനു വേണ്ടി ശ്രമിക്കണോ എന്നുള്ള ഡൗട്ടൊക്കെ ഉള്ളവരോട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ എത്ര ഒഴിവുണ്ടെന്ന് പറഞ്ഞാലും ഇനി അത്രയും ഒഴിവില്ല, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവൽ ഓഫ് ഒഴിവില്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഏതൊരു എക്സാം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഇരിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടതും മനസ്സിൽ ലക്ഷ്യം വെച്ച് പഠിക്കാൻ ഇരിക്കേണ്ടതും നമ്മൾ ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ വരുത്തിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം. ഓക്കെ, ഇതിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഒരു ഒഴിവിലേക്കുള്ള ഒരു എക്സാം ആണെങ്കിൽ പോലും, ഒരു ഒഴിവിലേക്ക് നടത്തുന്ന ഒരു എക്സാം ആണെങ്കിൽ പോലും നമ്മൾ അതിനുവേണ്ടി പഠിക്കാൻ അപ്ലൈ ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ഒന്ന് നമ്മളായിരിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വേണം എന്തും പഠിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കും മാക്സിമം. ആൻഡ് നമ്മൾ അതിനുവേണ്ടി നമ്മുടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. സോ ഇവിടെ ഒഴിവ് എന്നുള്ളതല്ല ഫാക്ടർ. VFA എന്ന് പറയുന്നത് ഒരു ഒറ്റ എക്സാം ആണ്. നമ്മൾക്കിപ്പോൾ LGS ഒക്കെ ആണെങ്കിൽ പ്രിലിംസ് കഴിയണം, മെയിൻസ് കഴിയണം. പ്രിലിംസ് ചിലപ്പോൾ നന്നായിട്ട് നമ്മൾ ചെയ്താലും മെയിൻസ് അത്രയും എളുപ്പമാകണം എന്നില്ല, അല്ലെങ്കിൽ മെയിൻസിൻ്റെ എന്ന് പറയുന്ന കടമ്പ കുറച്ചും കൂടെ കടക്കണം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് ASM കഴിഞ്ഞ ഇതിൽ നടന്ന ASM എക്സാം പോലെ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഒരൊറ്റ എക്സാം ആണ്. ആ ഒരൊറ്റ എക്സാമിന് വേണ്ടിയിട്ട് നമ്മളുടെ സാധാ LDCയുടെ സിലബസ് തന്നെയാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 19 എക്സാം. അതിന് മുൻപ് നിങ്ങളിത് കൃത്യമായിട്ട്, ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, 10th പ്രിലിംസിന് വേണ്ടിയിട്ട് LGS ലെവലിൽ പഠിക്കുന്നവരാണെങ്കിൽ കൂടി ഈ പോർഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഡിഗ്രിക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിലും ഈ പോർഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഡിഗ്രിക്ക് കുറച്ചും കൂടെ സ്പെഷ്യൽ ടോപ്പിക്സും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും. ഇനി LGSനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇംഗ്ലീഷ്, മലയാളം, വേൾഡ് ഹിസ്റ്ററി, വേൾഡ് ജോഗ്രഫി, ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, കേരള ഗവേണൻസ് എന്നുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രം. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്നതാണെങ്കിലും നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ VFA ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് പാസ്സാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ASMന്റെ ലിസ്റ്റിലുള്ള ആൾ തന്നെയാണ് ഞാനും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഒരൊറ്റ എക്സാം ആയിരുന്നു. അപ്പോൾ ഒരൊറ്റ എക്സാമിൽ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഇനി ഒരു എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ VFA ഒക്കെ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ചെയ്യുന്ന പരിപാടി 5 to 10 SCERT ക്ലാസ്സസ് എടുക്കുന്നുണ്ട് കംപ്ലീറ്റ്. നമുക്ക് ഇതിനും വേണ്ടതാണ്. ഇതിന് വരുമ്പോൾ കുറച്ചും കൂടി അഡീഷണൽ ചാപ്റ്റേഴ്സ് നമ്മുടെ അപ്പാർട്ട് ഫ്രം LGS നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നോക്കേണ്ടി വരും. അപ്പോൾ അതും ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ്. അത് സോഷ്യലും ഉണ്ട്, ബേസിക് സയൻസും ഉണ്ട്. ബേസിക് സയൻസിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരും. സോഷ്യലിൽ തന്നെ ഹിസ്റ്ററി, ജിയോഗ്രഫി എന്നുള്ളതും വരും. ഓക്കെ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ള SCERT ക്ലാസ്സുകളാണ്. എക്സ്ട്രാ ഫാക്ട്സോട് കൂടിയതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ വെറുതെ വായന എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളതിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എക്സാമും എളുപ്പമാകും. ഓക്കെ, അപ്പോൾ കൺസെപ്ച്വൽ നോളജ് ഇനിയെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ദാറ്റ് അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് നിങ്ങൾ എത്തണം. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു പ്രിപ്പറേഷനാണ് ഇപ്പോൾ PSCയും ഡിമാൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള പേപ്പറുകൾ നിങ്ങൾ PYQs ഒക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന എക്സാംസിന്റെ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിലും അവർ ഡിമാൻഡ് ചെയ്യുന്നത് അത്യാവശ്യം നോളജ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് അത്യാവശ്യം അറിവുള്ളവരായിരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ക്വസ്റ്റൻസ് ഒക്കെ. പണ്ടത്തിൽ നിന്ന് കുറച്ചധികം വ്യത്യസ്തമായിട്ടൊക്കെയാണ് ഇപ്പോൾ ഒക്കെ ഇടുന്നത്. അപ്പോൾ അതിനൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചെടുക്കണം. അപ്പോൾ അതിന് ഭാഗത്തിന് ഞാൻ SCERT ക്ലാസ് നമ്മളുടെ ഇത്രയും സബ്ജക്ട്സ് കൺസേൺ ആയിട്ട് വരുന്നതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ക്ലാസ് ആയിട്ട് എടുക്കുന്നുണ്ട്. വിത്ത് എക്സ്ട്രാ ഫാക്ട്സ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെയാണ് എടുക്കുന്നത്. അത് സയൻസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, നമുക്ക് ഈ പറയുന്ന ഓരോ വിഷയത്തിനോടനുബന്ധിച്ചിട്ടുള്ള SCERT പാഠഭാഗങ്ങളുണ്ട് പഠിക്കാൻ. ഒരു സെറ്റ് LDC ഒക്കെ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് എടുത്തു കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ടെസ്റ്റ് സീരീസും കൂടെ, നമ്മുടെ സിലബസിലെ കോർ പോർഷൻസ് വെച്ചിട്ടുള്ള ടെസ്റ്റ് സീരീസ്, അതായത് ഓരോ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിൽ നിന്നും ഏതൊക്കെ ഓരോ ചെറിയ ഏരിയാസും, ഓക്കെ, ഓരോ ചെറിയ ഏരിയാസിൽ നിന്നും എന്തൊക്കെ ചോദിക്കാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ടെസ്റ്റ് സീരീസും കൂടെ ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ SCERT കോഴ്സ് പ്ലസ് ടെസ്റ്റ് സീരീസ് പ്ലസ് കറണ്ട് അഫയേഴ്സിന്റെ കുറച്ച് ക്യാപ്സ്യൂൾ നോട്ടും, അതൊരു നവംബർ 2025 തൊട്ടുള്ളതാണ് കിട്ടുക. എക്സാമിന് തൊട്ട് മുമ്പ് വരെ ഉള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ VFAയുടെ അനുബന്ധിച്ച് നിങ്ങൾക്ക് SCERT ക്ലാസ്സും ടെസ്റ്റ് സീരീസും കറണ്ട് അഫയേഴ്സിന്റെ ഒരു രീതിയിലുള്ള ഈ ഒരു തരത്തിലുള്ള ഇതും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് സീരീസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടാണ്. ഒരു ദിവസം എന്തൊക്കെ പഠിക്കണം എന്നുള്ള സ്റ്റഡി പ്ലാൻ തന്നിട്ടാണ് അതിൻ്റെ ഡെയിലി ടെസ്റ്റുകൾ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കൃത്യമായ പ്ലാൻ ഉണ്ടാകും പഠിക്കാൻ, എന്താണ് ഒരു ദിവസം പഠിക്കേണ്ടത് എന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുന്നു, അതിൻ്റെ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നു. ആൻഡ് SCERT ക്ലാസ്സുകൾ ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേട്ടു പോകാം. ഓക്കെ, അപ്പോൾ ഇത് അത്യാവശ്യം നല്ല നിങ്ങൾക്കൊരു എന്താ പറയുക നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടാൻ നല്ലതാണ് ഈ SCERT ക്ലാസ് ആണെങ്കിലും ഈ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ആണെങ്കിലും. ആൻഡ് ഇതിൽ നിന്ന് നിങ്ങൾ കുറച്ചും കൂടെ ബിൽഡ് ചെയ്യേണ്ട കാര്യം, ഇത് പഠിച്ചതിന് ശേഷം മാക്സിമം PYQസും കൂടെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഇതുവരെ നടന്ന LDC റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന VFAക്കുള്ളതും ധാരാളമാണ്. ഓക്കെ, 21 തൊട്ട് 25 വരെ നടന്ന LDC പരീക്ഷകളുണ്ടല്ലോ, ഓരോ തരത്തിലുള്ള LDCകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ VFA സ്പെസിഫിക് ആയിട്ട് നടന്നിട്ടുള്ളത് ഫോർ SC ST ഒക്കെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാൻ പറ്റും. സോ നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇനി പഠിക്കുന്നത് ആ 10 റാങ്കിനുള്ളിൽ വരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം. അതിനനുസരിച്ച് വേണം നിങ്ങൾ ഡെയിലി പഠിക്കുന്നതിനെയും എന്ത് ചെയ്യാൻ, പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ ഒരു റാങ്ക് എനിക്കായിരിക്കണം. അതിനുവേണ്ടി ഞാൻ നല്ല രീതിയിൽ തന്നെ ശ്രമിച്ചിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ അങ്ങനെ കിട്ടിയതായിട്ടൊന്ന് സങ്കല്പിച്ച് ഒന്ന് നോക്കി, നമ്മൾ അതിനൊന്ന് വിഷ്വലൈസ് ചെയ്ത് ഒന്ന് റിയലൈസ് ചെയ്ത് നോക്കി, നമുക്ക് കിട്ടിയതായിട്ട് ഇങ്ങനെ എഴുതി നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റി, നമ്മൾ ആ ഒരു ടാഗ് ഇട്ടു ജോലിയുടെ, അല്ലെങ്കിൽ ആ ഒരു ജോബ് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി, ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലേക്കും നമ്മുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ റിയൽ ആയിട്ട് ഹാപ്പൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, വെറുതെ വിഷ്വലൈസ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല, അതിനുവേണ്ടി ഹാർഡ് വർക്കും കൂടെ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യുക. അതിനെന്താണോ നിങ്ങൾക്ക് ഇനി ഫർദർ വേണ്ടത്, അതിന് വേണ്ട തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പെട്ടെന്ന് കാര്യങ്ങളെ പഠിച്ച് തീർത്ത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടണം. ഓക്കെ, ഇന്നത് പഠിച്ച് എനിക്ക് കിട്ടും, ഞാൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വർക്ക് എന്നുള്ളത് കിട്ടും എന്നുള്ള ഉറപ്പുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനെന്താണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ എന്താണോ അതൊക്കെ കവർ ചെയ്യുന്ന തരത്തിലുള്ള എന്താണെങ്കിലും അത് വേഗം കണ്ടറിഞ്ഞ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അത്യാവശ്യം ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ LDCക്കൊക്കെ ഉള്ളതാണ്. പക്ഷേ സ്ഥിരം നമ്മൾ കാണുന്ന കുറേ പോർഷൻസ് ഒക്കെ തന്നെയാണ്. അതിൽ കറണ്ട് അഫയേഴ്സ് മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്ന ഒരേ ഒരാൾ, ബാക്കിയെല്ലാം സെയിം ആണ്. സോ നമ്മൾ ആ സെയിം ആയത് പഠിക്കുന്നതിനെ ഒന്നും കൂടെ കറക്റ്റായിട്ട് മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ റിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. ഓക്കെ, അപ്പോൾ അതും കൂടെ കൃത്യമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒട്ടുമിക്ക ഈ പറയുന്ന സിലബസിലെ കോർ പോർഷൻസും കവർ ചെയ്യാൻ SCERT നല്ലൊരു സാധ്യതയാണ്. അതിൽ നിങ്ങൾ ഓരോ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോഴും ഇനി നിങ്ങൾ സ്വയം പഠിക്കുകയാണെങ്കിലും എക്സ്ട്രാ ഫാക്ട്സ് കണ്ടറിഞ്ഞ് പഠിക്കാൻ ശ്രമിക്കേണ്ടി വരും. അത് നിങ്ങൾ സ്വയം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തന്നെ തപ്പി കണ്ടറിഞ്ഞ് ഓരോന്ന് റിസർച്ച് ചെയ്ത് അതിനോട് അസോസിയേറ്റ് ചെയ്ത PYQ നോക്കി പഠിക്കേണ്ടി വരും. ഞാൻ എടുക്കുന്നതിൽ ഞാൻ തന്നെ ഓൾറെഡി അതൊക്കെ സെറ്റ് ചെയ്താണ് പറയുന്നത് കാര്യങ്ങൾ. അപ്പോൾ അത് ഇപ്പോൾ സയൻസ് വിഷയങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് ഓരോ മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സയൻസ് വിഷയങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യണം, എന്നാലേ നിങ്ങൾക്കത് കാര്യം മനസ്സിലാവുള്ളൂ. വെറുതെ കാരണം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വിട്ട കുറേ പേരുണ്ടാകും ഈ ഒരു എക്സാം ഒക്കെ എഴുതുന്നത്. അപ്പോൾ സയൻസ് ഒക്കെ നിങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. അല്ല സയൻസ് പൊക്കോട്ടെ സാറില്ല, 3 6 12 മാർക്കില്ലേ, 12 മാർക്ക് സാറാണോ? കാരണം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിൽ തന്നെ വരണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. നിങ്ങളെ കഴിഞ്ഞ വർഷത്തെ ASMൻ്റെ ഒക്കെ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സ് കണ്ടാൽ തന്നെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എവിടെ ചോദിച്ചതെന്ന്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് 20 മാർക്സ് ആണ്. അപ്പൊ അതേസമയം നമ്മുടെ ഈ സയൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഇൻടാക്ട് അത് തന്നെ ചോദിക്കുക. വേറെ വ്യത്യസ്തമായ ഒരു പുറത്തുനിന്നോ ഒരു കൂടുതലൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ ഇത് വൃത്തിയായി പഠിച്ച് നേടുന്നാലും ഏറ്റവും എളുപ്പം. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് 20 20 പോകാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് 20 എന്തായാലും ഒരു 16 17 മാർക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ പഠിക്കണം. ഒപ്പം ഈ പറയുന്ന SCERT ഒക്കെ മിസ് ചെയ്യാൻ പാടുമോ? ഇല്ല, ഇതൊക്കെ നമുക്ക് നല്ലവണ്ണം സ്കോർ ബൂസ്റ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ മാക്സിമം നിങ്ങൾ SCERT നല്ലവണ്ണം പഠിക്കുക. ഒപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ജൂലൈ ഓഗസ്റ്റ് ഉണ്ട് നമുക്ക് മാസങ്ങൾ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ എത്ര കുറേ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഓരോ മേഖലയിൽ നിന്നും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്നാലും നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ അറിയാവുന്നത്, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് അതിനെ പെർസീവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾക്കറിയാലോ കമ്പനി ബോർഡ് LGS അതിൻ്റെ പ്രിലിംസ് ആണ് ആദ്യം നടക്കുന്നത്. ബെവ്കോ LDCക്കും കൂടിയുള്ള പ്രിലിംസ് ആണ് നടക്കുന്നത്. ഈ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് പ്രിലിമിനറി പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട ചാപ്റ്റേഴ്സിൻ്റെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ പ്രിലിമിനറിക്ക് ലാസ്റ്റ് ജോയിൻ ചെയ്യുന്നവർക്ക് വേഗം നോക്കി തീർക്കാൻ പാകത്തിനുള്ളതാണ്. നമുക്കിനി ഒരു 20 or 21 ഡേയ്സ് ഒക്കെ ഉള്ളൂ, അല്ലെ 21 ഡേയ്സ് ഒക്കെ ഉള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നോക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും
നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാനതൊരു അഫോർഡബിൾ പ്രൈസിനാണ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്കധികം കാര്യങ്ങൾ ഞാൻ അതിൻ്റെ പിന്നിൽ എഫേർട്ട് ഇട്ട് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ക്ലാസ്. സോ നിങ്ങൾക്ക് അത് ഈ സമയത്താണെങ്കിലും കേട്ട് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് തന്നെയാണ്. കാരണം ഓരോ ദിവസവും അതിനനുസരിച്ച് നിങ്ങൾ കേട്ട് തീർക്കുക, മാക്സിമം കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മളുടെ ഏറ്റവും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ലെവൽ 2 മെമ്പർഷിപ്പ് എടുത്തവർക്ക് ആക്സസ് ചെയ്യാൻ പാകത്തിന് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. ലെവൽ 2 മെമ്പർഷിപ്പ് എടുക്കാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിലായിരിക്കും ഞാൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ആ ഒരു എക്സാമിനോട് കൺസേൺഡ് ആയിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതാണ് ഇനി അതിൽ ഉടനെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അത്. ഓക്കെ, അപ്പോൾ VFA കുറിച്ച് എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇതൊരൊറ്റ എക്സാമാണ്, കൈവിട്ട് കളയരുത്. അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കുക, പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾ പ്രിലിമിനറിക്കാണ് ഫോക്കസ് കൂടുതൽ കൊടുക്കുന്നതെങ്കിൽ ഓക്കെ, പ്രിലിമിനറി നന്നായിട്ട് തന്നെ പഠിക്കുക. കാരണം ഇത് അവിടെയും ഹെൽപ്ഫുൾ ആകും നിങ്ങൾക്ക്. ഈ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കിയുള്ളതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പക്ഷേ VFA മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ഞാനൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം VFA എന്നുള്ള രീതിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഡെയിലി സ്റ്റഡി പ്ലാൻ, ഡെയിലി ടെസ്റ്റ്, SCRT ക്ലാസ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, സോ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പറയുന്ന പരീക്ഷകൾ റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.